ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. എനിക്ക് ഇൻസ്റ്റയിലേക്ക് ഫോട്ടോ സഹിതം അയച്ചു തന്ന ഒരു മോഡലാണ് ഇന്ന് കാണിക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കട്ട് പീസാണ്. 1.25 മീറ്ററാണ് കട്ട് പീസ് കയ്യിലുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു 2 മീറ്റർ ക്ലോത്ത് എടുക്കണം. യോക്കിന് വേണ്ടിയിട്ട് 1 മീറ്റർ ക്ലോത്തും കൂടി എടുക്കണം. ഞാനിവിടെ യോക്കിന് വേണ്ടിയിട്ട് ഒരു സാരിയുടെ മുന്താണിയുടെ ഭാഗമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലോത്ത് നിവർത്തി കഴിയുമ്പോൾ ഇതുപോലെയാണ്. മുകൾ ഭാഗത്ത് നല്ല റെഡ് കളറും താഴേക്ക് വരുമ്പോൾ റെഡ് കളറ് ലൈറ്റ് ഷെയ്ഡായിട്ട് വരുന്നൊരു മോഡലാണ്. മെറ്റീരിയൽ വരുന്ന ഒരു സാറ്റിൻ ഫിനിഷിലാണ്. പിന്നെ അതിന് ചേരുന്ന ഒരു ലൈനിങ്ങും ഞാൻ എടുത്തിട്ടുണ്ട്. യോക്ക് പാട്ടിന് വേണ്ടിയിട്ട് പഴയ ഒരു സാരിയുടെ മുന്താണിയുടെ ഭാഗമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെറ്റ് മെറ്റീരിയലും എടുക്കാം. ഇനി ഇതെങ്ങനെയാണ് ചെയ്യാമെന്നോ. ക്ലോത്ത് കുറവായതുകൊണ്ട് നമുക്ക് സാധാരണ രീതിയിൽ എനിക്ക് മടക്കിയിടാൻ പറ്റില്ല. അപ്പം ഞാനിവിടെ ആദ്യം വീതിയുടെ ഭാഗത്തേക്ക് ഒരു പ്രാവശ്യം മടക്കിയിട്ടു. അതിനുശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൂടി നമ്മൾ വീതിയുടെ ഭാഗത്തേക്ക് മടക്കിയെടുക്കുക. ഇപ്പം നമ്മളിവിടെ 4 ആക്കി ഇത് നമ്മൾ ക്ലോത്ത് മടക്കിയിട്ടിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ ഒരു ഓപ്പണും ഒരു ഫോൾഡും, നമ്മുടെ സൈഡിൽ ഫുൾ ഫോൾഡഡ് ആണ് വരുന്നത്. നമ്മളിതുപോലെ മടക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചുരിദാർ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചുരിദാറിലെ ഏറ്റവും വലിയ അളവ്, എനിക്കിവിടെ ഹിപ്പ് റൗണ്ടാണ് വരുന്നത്. ഞാനിവിടെ ഒരു ഹിപ്പ് റൗണ്ട് എനിക്ക് വരുന്നത് 10.5 ഇഞ്ചാണ്. അപ്പോൾ തയ്യൽ തുമ്പ് അടക്കം എനിക്ക് ഇവിടെ ക്ലോത്ത് ഇതുപോലെ മടക്കി ഇട്ടിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കുർത്തിയുടെ ലെങ്ത്ത് ഞാൻ ഈ ഫുൾ ലെങ്ത്ത് തന്നെയാണ് എടുക്കുന്നത്. 45 ഇഞ്ചാണ്. 2 ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടി 47 ഇഞ്ചിലാണ് ഞാൻ ലെങ്ത്ത് എടുത്തത്. നമ്മളിവിടെ ബാക്ക് ഓപ്പൺ കോളർ വരുന്ന മോഡലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഷോൾഡർ എനിക്കിവിടെ 6.25 ഇഞ്ചാണ്. അപ്പോൾ കോളർ ആയതുകൊണ്ട് നമ്മളൊരു 3/4 ഇഞ്ചും കൂടി കൂട്ടി ഞാനിവിടെ ഒരു 7.5 ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. വീണ്ടും നമ്മൾ തൊട്ട് താഴെ 7.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഷോൾഡർ മാർക്ക് ചെയ്ത ഭാഗത്തുനിന്ന് താഴേക്ക് ആം ഹോള് മാർക്ക് ചെയ്യുക 7 ഇഞ്ച്. ഞാനിവിടെ ഫ്രണ്ടും ബാക്കും ഒരുമിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാൻ നല്ലത്, ബാക്കും ഫ്രണ്ടും. എനിക്കിവിടെ ആം ഹോളിൻ്റെ ഭാഗത്ത് നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ നമുക്ക് 1 ഇഞ്ചോളം കൂടുതൽ എടുത്ത് കട്ട് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട് പാർട്ടിൽ ആം ഹോളിൻ്റെ ഭാഗം ഞാൻ കൂടുതൽ എടുക്കാത്തത് കൊണ്ട് തന്നെ എനിക്കിവിടെ ഒരു പണി കിട്ടി. ഇനി നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് ഇവിടെ വരുന്നത് 40 ഇഞ്ചാണ്. അപ്പോൾ 40നെ 4 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്കിവിടെ വരുന്നത് 10 ഇഞ്ച്. ഞാനിവിടെ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടി 11.5 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ മുകളിൽ നിന്ന് ടേപ്പ് പിടിച്ച് വേസ്റ്റ് ലെങ്ത്ത് 15 ഇഞ്ച് മാർക്ക് ചെയ്യുക. സ്ലിറ്റ് ലെങ്ത്ത് 21 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു. ഇനി വേസ്റ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് വേസ്റ്റിൻ്റെ വിഡ്ത്ത് വരുന്നത് 9 ഇഞ്ച്. 1.5 ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടി ഞാനിവിടെ ഒരു 10.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു. നമ്മളിവിടെ സ്ട്രെയിറ്റ് കട്ട് കുർത്തിയാണ് ഇവിടെ ചെയ്യുന്നത്. അതിനുള്ള വീതിയെ ക്ലോത്തിനുള്ളൂ. ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ ഭാഗത്ത്, സ്ലിറ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്ത ഭാഗത്തുനിന്ന് സ്ലിറ്റിൻ്റെ വിഡ്ത്ത് 10.5 ഇഞ്ച്, 1 ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടി 11.5 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഈ 3 പോയിൻറ്റ്സും ഇതുപോലെ യോജിപ്പിച്ച് വരച്ചെടുക്കുക. അപ്പോൾ താഴേക്ക് സ്ലിറ്റിൻ്റെ ഭാഗത്ത് വീതി കുറവായതുകൊണ്ട് നമ്മൾ അതേ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ഇനി താഴത്തെ ബോട്ടം വിഡ്ത്തിൻ്റെ ഭാഗത്ത് എനിക്കിവിടെ ഒരു 12 ഇഞ്ചാണ് ഇവിടെ ടോട്ടലായിട്ട് ക്ലോത്ത് ഉള്ളത്. അപ്പോൾ നമ്മളൊരു 11 ഇഞ്ച് മാർക്ക് ചെയ്യുക. 1 ഇഞ്ച് തയ്യൽത്തുമ്പ് ഇട്ട് 12 ഇഞ്ചിലാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ആ 12 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തുനിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യാം. നമ്മളിവിടെ കോളർ നെക്ക് ചെയ്യുന്നതുകൊണ്ട് നെക്കിൻ്റെ വിഡ്ത്ത് ഞാനിവിടെ ഒരു 3 ഇഞ്ചാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. ഇനി ഈ 2 പോയിൻറ്റ്സ് തമ്മിൽ യോജിപ്പിച്ച് വരച്ചെടുക്കുക. ഇനി ആം ഹോളിൻ്റെ ഈ ലൈൻ്റെ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്യുക. നമുക്കിനി ബാക്ക് ആം ഹോള് മാർക്ക് ചെയ്യണം. ആ കോർണറിൽ നിന്നും 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം 2 പോയിൻറ്റ്സ് തമ്മിൽ ഇതുപോലെ ഒരു കർവ് ഷേപ്പ് വരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതേ അളവിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ താഴത്തെ ഭാഗവും നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോള് മാർക്ക് ചെയ്തെടുക്കാനായിട്ട് നമ്മളിവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ലൈനിൻ്റെ ഉൾസൈഡിൽ കൂടെ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ആ ലൈൻ താഴത്തെ ക്ലോത്തിൽ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ വിരലിൽ ഇതുപോലെ മാർക്കിങ്ങിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ടും ബാക്കും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിത് ഇതുപോലെ നിവർത്തിയിട്ടതിന് ശേഷം ഉള്ളിലുള്ള പീസ് ഇതുപോലെ നമ്മൾ മാറ്റി വയ്ക്കുകയാണ്.
ഇപ്പോൾ നമ്മളിവിടെ ഫ്രണ്ടും ബാക്കും നമ്മളിവിടെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് പാർട്ടിൽ ആം ഹോളിൻ്റെ ഭാഗം നമുക്കിനി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ട് പാർട്ടിൽ ആം ഹോളിൻ്റെ ഭാഗം ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ബാക്ക് പാർട്ട് മാറ്റിയിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഫ്രണ്ട് പാർട്ടിലാണ് നമുക്ക് മാർക്കിങ് ചെയ്തെടുക്കാനുള്ളത്. ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ നെക്ക് വിടുത്ത് 3 ഇഞ്ചാണ് എടുക്കുന്നത്. കോളർ ആയതുകൊണ്ട് താഴേക്ക് നമ്മൾ 3 ഇഞ്ച് തന്നെയാണ് നമ്മൾ നെക്ക് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളൊരു ബോക്സ് ഷേപ്പ് വരച്ചെടുത്തതിന് ശേഷം നമ്മളിവിടെ ഒരു യൂനെക്കാണ് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ നെക്കിൻ്റെ ഭാഗത്തെല്ലാം ഇവിടെ പിന്ന് കുത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ ഭാഗത്തുനിന്ന് ഇതുപോലെ ടേപ്പ് പിടിച്ച് ഞാനിവിടെ ഒരു 7 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. നമുക്കിവിടെ ഒരു യോക്ക് പോലെ വരാനുണ്ട്. ഞാനിവിടെ ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ ആം ഹോളിൻ്റെ കറക്റ്റ് സ്ക്വയർ പോലെ വരുന്ന ഭാഗം ഞാൻ ഇവിടെ കറക്റ്റ് വരച്ചെടുത്തു. അതിനുശേഷം ഞാൻ താഴെ നിന്ന് മുകളിലേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു. ആ 2 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തുനിന്ന് ഞാനിവിടെ ഒരു 2 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. പക്ഷെ അത് തീരെ കുറഞ്ഞു പോയി. നിങ്ങൾ എടുക്കുമ്പോൾ ഒരു 3 ഇഞ്ചെങ്കിലും അവിടെ മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ കയ്യിലുള്ള ആം ഹോൾ കർവിൻ്റെ സ്കെയിൽ വെച്ചിട്ട് നമുക്ക് ഈ 2 പോയിന്റും ഇതുപോലെ വെച്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. നമുക്കൊരു എന്താ പറയുക, നെക്കിൻ്റെ ഭാഗത്തൊരു കർവ് ഷേപ്പ്, ഇതുപോലെ ഒരു ഷേപ്പ് കിട്ടാനാണ് നമ്മളിതുപോലെ മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ അറ്റം ഭാഗത്ത് ഇതുപോലെ ഒന്ന് വളച്ച് നമ്മളിതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നെക്കിൻ്റെ താഴത്തെ ഭാഗത്തുനിന്ന് ഇതുപോലെ 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഭാഗത്ത് ഇതുപോലൊരു വളച്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ ഈ ഭാഗത്തേക്ക് ഒന്ന് വളച്ച് കൊണ്ടുവരിക. ഇതുപോലെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പം നമുക്ക് യോക്ക് ഇപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആണ് വരുന്നത്. അപ്പോൾ യോക്ക് പാർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു പീസിലാണ് നമ്മളിത് യോക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ യോക്ക് പാർട്ടിൻ്റെ പീസ് നമുക്ക് മാറ്റിയിടാം. ഞാനിവിടെ ഫ്രണ്ടും ബാക്കും ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതേ അളവിൽ തന്നെയാണ് നമ്മളിവിടെ ലൈനിങ്ങും കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. നമ്മൾ ഫ്രണ്ട് പാർട്ടിൻ്റെ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ബാക്ക് പാർട്ടിൻ്റെയും ലൈനിങ് കട്ട് ചെയ്തെടുത്തു. നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച യോക്ക് പീസ് ഞാനിവിടെ നിവർത്തിയിട്ടിട്ടുണ്ട്. നമ്മൾ ഈ മാർക്ക് ചെയ്തെടുത്ത ഈ ഭാഗം നമ്മളിതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് ഈ ഭാഗം ആവശ്യമില്ല, ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഞാനിവിടെ വേറൊരു പീസിലാണ് യോക്ക് പാർട്ട് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ 1 ഇഞ്ചാണ് നമ്മളിവിടെ കൂടുതലായിട്ട് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആ നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ 2 പീസും ഫോൾഡഡ് സൈഡ് നമ്മൾ ഒരുമിച്ച് ചേർത്താണ് വെച്ചിരിക്കുന്നത്. ഇനി നെക്കിൻ്റെ ഭാഗം നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഫ്രണ്ടിലുള്ള പീസ് ഞാനിവിടെ മാറ്റിയിട്ടിട്ടുണ്ട്. അപ്പോൾ യോക്ക് പാർട്ട് നിവർത്തി കഴിയുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് യോക്ക് പാർട്ട് കിട്ടുന്നത്. ഫ്രണ്ട് പാർട്ട് നിവർത്തി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് വരുന്നത്. ഞാനിവിടെ ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം ഇതുപോലെ നിവർത്തി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ലൈനിങ് പീസ് കറക്റ്റായിട്ട് ചേർത്ത് വയ്ക്കുക. ഇനി നമ്മൾ ആം ഹോളിൻ്റെ ഭാഗം തൊട്ട് ഇപ്പുറത്തെ ആം ഹോൾ വരെ 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനിവിടെ ബാക്ക് പാർട്ട് 2ആക്കി മടക്കി ഇട്ടിട്ടുണ്ട്. കൂടെ ലൈനിങ്ങും ചേർത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ബാക്ക് നെക്ക് മാർക്ക് ചെയ്യാം. ബാക്ക് നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തത് 1/2 ഇഞ്ചാണ്. അതിനുശേഷം നമ്മളൊരു യു ഷേപ്പ് പോലെ വരച്ചെടുത്തു. നമുക്ക് 1/2 ഇഞ്ചിന് പകരം നമുക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. കോളർ നമുക്ക് കുറച്ചും കൂടി കഴുത്ത് ഇറുക്കം വരാതിരിക്കാൻ 1 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. ഇനി ഞാനത് കട്ട് ചെയ്ത് മാറ്റി. ഇനി നമ്മളിവിടെ കോളർ വെക്കുന്നതുകൊണ്ട് തന്നെ ബാക്കിൽ ഒരു ഓപ്പൺ കൂടി കൊടുക്കണം. ഞാനിവിടെ ഒരു 4.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. ഈ 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗം നമുക്കിവിടെ കട്ട് ചെയ്യാം. നമ്മുടെ ഇഷ്ടത്തിന് അത് ഇറക്കോ കൂട്ടിയോ കുറച്ചോ എടുക്കാം. നമുക്ക് തല കയറാൻ വേണ്ടിയിട്ടാണിത്. ഇതുപോലെ നമ്മളിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ബാക്ക് പാർട്ടിൻ്റെ നല്ല വശത്തിന് മുകളിൽ ലൈനിങ്ങും ഒരുമിച്ച് ചേർത്താണ് ഇതുപോലെ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആ നെക്കിൻ്റെ ഭാഗത്തുനിന്ന് ഇതുപോലെ ഒരു 1/2 ഇഞ്ച് നീക്കിയിട്ട് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഈ കട്ട് ചെയ്ത ഭാഗത്ത് ഒരു വി ഷേപ്പിലാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ടും ബാക്കും നമ്മൾ ലൈനിങ് ചേർത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെറിയ ചെറിയ കട്ടിങ്സ് സ്റ്റിച്ചിൽ കൊള്ളാതെ ഇട്ട് കൊടുക്കാം. ബാക്ക് പാർട്ടിലും ഇതുപോലെ തന്നെ ചെയ്യുക. ബാക്ക് പാർട്ടിൽ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ നമ്മൾ ചെറിയ ചെറിയ കട്ടിങ്സ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി 2 പീസിൻ്റെയും ലൈനിങ് നമുക്കിവിടെ ബാക്ക് സൈഡിലേക്ക് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് നമുക്ക് ആ എഡ്ജ് ഭാഗങ്ങളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഒരു പെൻസിലെങ്ങാനും ഉപയോഗിച്ച് നമ്മളൊന്ന് കുത്തി കൊടുക്കുന്നത് നല്ലതാണ്. ഇതുപോലെ തന്നെ നമ്മൾ ബാക്ക് പാർട്ടിലും ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് ഒന്ന് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഇപ്പം നമ്മളിവിടെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി യോക്ക് പാർട്ടിൻ്റെ താഴത്തെ ഭാഗം സ്റ്റിച്ച് ചെയ്യാനായിട്ട് 1.25 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസാണ് നമ്മളിവിടെ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 1/4 ഇഞ്ച് നീക്കി നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മൾ ചെറിയ ചെറിയ കട്ടിങ്സ് സ്റ്റിച്ചിൽ കൊള്ളാതെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത പീസ് ഇതുപോലെ ഒന്ന് നിവർത്തി ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഉൾ സൈഡ് വശം എടുത്ത് ഇത് നമ്മൾ രണ്ടാക്കി മടക്കി ഇതുപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇപ്പം നമ്മളിവിടെ യോക്ക് ഭാഗം ഇതുപോലെ മടക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ആ താഴത്തെ ഭാഗത്തെ പീസിൽ ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ആ ഭാഗത്ത് ആ രണ്ട് സൈഡിലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഞാനിവിടെ ബാക്ക് പാർട്ട് നിവർത്തിയിട്ടിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്ന ഫ്രണ്ട് പാർട്ട് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് ചേർത്ത് വെച്ച് നമ്മൾ ആ ഷോൾഡറിൻ്റെ ഭാഗം ജോയിൻ ചെയ്ത് എടുക്കാം. ഇപ്പം ഞാനിവിടെ ഷോൾഡറിൻ്റെ ഭാഗം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ സെൻറ്റർ ഭാഗവും ഫ്രണ്ട് പാർട്ടിൻ്റെ സെൻറ്റർ ഭാഗവും ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ച് നമുക്കിതുപോലെ മടക്കിയിടണം. ഇനി നമ്മളിത് കറക്റ്റായിട്ട് പിടിച്ചതിന് ശേഷം നമ്മൾ ഈ ബാക്ക് പാർട്ട് തൊട്ട് നമ്മൾ ടേപ്പിൽ ഇതുപോലെ ഒന്ന് അളന്ന് നോക്കുക. എനിക്കിവിടെ വരുന്നത് ഒരു 9 ഇഞ്ചാണ് എനിക്കിവിടെ കോളർ അളക്കുമ്പോൾ കിട്ടുന്നത്. ഒരു പ്രാവശ്യം കൂടി ഇതുപോലെ ഒന്ന് അളന്ന് നോക്കുക. അപ്പോഴും എനിക്കിവിടെ 9 ഇഞ്ച് തന്നെയാണ് ഇവിടെ എനിക്ക് വരുന്നത്. ഞാനിവിടെ ഒരു പേപ്പർ ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ രണ്ടാക്കി മടക്കിയാണ് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 6 ഇഞ്ചും ഇതിൻ്റെ വിഡ്ത്ത് ഞാൻ എടുത്തിരിക്കുന്നത് 7 ഇഞ്ചുമാണ്. ഞാൻ താഴത്തൊരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഫോൾഡ് ചെയ്ത ഭാഗത്തുനിന്ന് നമ്മൾ നെക്ക് വിഡ്ത്ത് എത്രയാണ് എടുത്തത് അത് മാർക്ക് ചെയ്യുക. ഞാനിവിടെ 3 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് എടുത്തത്, അത് മാർക്ക് ചെയ്തു. 3 ഇഞ്ച് എടുത്ത ഭാഗത്തു നിന്ന് ഇതുപോലെ മുകളിലേക്ക് ഒരു ഷേപ്പ് നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ആംഹോൾ കർവിൻ്റെ സ്കെയിൽ വെച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ച് അതുപോലെ മുകളിലേക്ക് ഒന്ന് വരച്ച് കൊടുത്താലും മതി. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത ഭാഗം ഒന്ന് അളന്ന് നോക്കുക. നമ്മൾ 9 ഇഞ്ചാണ് നമുക്ക് കോളർ അളന്നപ്പോൾ കിട്ടിയത്. അപ്പോൾ എനിക്കിവിടെ കുറച്ചും കൂടി മാർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ 9 ഇഞ്ച് വരെ ഞാനിവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ എത്ര ഇഞ്ചാണ് നമ്മൾ ഇനി കോളറിന് വേണ്ടിയിട്ട് നമ്മൾ ഇടുന്നത്. ഞാനിവിടെ 1 ഇഞ്ചാണ് വിഡ്ത്ത് എടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ ഒക്കെ എടുക്കാം. ഞാനിവിടെ 1 ഇഞ്ചാണ് കോളറിനായിട്ടുള്ള വിഡ്ത്ത് എടുക്കുന്നത്. ഇനി നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് ഈ പോയിൻറ്റ്സ് എല്ലാം യോജിപ്പിച്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ അറ്റത്തെത്തുമ്പോൾ ഇതുപോലെ ഒന്ന് വളച്ച് മാർക്ക് ചെയ്യണം. ഇതുപോലെ നമ്മളൊന്ന് വളച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ പിൻ കുത്തി വെച്ചതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്ത ഈ ഭാഗം കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ കോളർ കട്ട് ചെയ്തെടുത്തു. ഇനി പിന്നെല്ലാം ഊരി മാറ്റിയതിന് ശേഷം ആ ഫോൾഡ് ചെയ്ത ഭാഗം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. ഇനി ഇതുപോലെയാണ് നമ്മുടെ ഫ്രണ്ട് പാർട്ടിൽ കോളർ വരുന്നത്. ഇപ്പം ഞാൻ ക്യാൻവാസ് നമ്മളിവിടെ അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ യോക്ക് പാർട്ടിന് വേണ്ടിയിട്ടുള്ള ആ അതേ സെയിം ക്ലോത്തിലാണ് നമ്മളിവിടെ അയൺ ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതേ ഷേപ്പിൽ കട്ട് ചെയ്ത 2 ക്ലോത്തും കൂടി ഇതുപോലെ എടുക്കുക. ആ ക്ലോത്തിൻ്റെ നല്ല വശത്തേക്ക് നമ്മൾ ഇപ്പോൾ അയൺ ചെയ്ത് വെച്ചിരിക്കുന്ന ക്ലോത്ത് ഇതുപോലെ നമ്മൾ കയറ്റി വെക്കുക. അപ്പോൾ 2 പീസിൻ്റെയും നല്ല വശങ്ങളാണ് ചേർന്ന് ഇരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഉൾ സൈഡിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഈ അറ്റത്തുനിന്ന് ഇതുപോലെ മുകൾ വരെ സ്റ്റിച്ച് ചെയ്ത് എടുക്കും. ഇപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് ചെറിയ ചെറിയ കട്ടിങ്സ് സ്റ്റിച്ചിൽ കൊള്ളാതെ ഇട്ട് കൊടുക്കാം. ഇപ്പുറത്തെ പീസിലും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം ഇത് നല്ല വശത്തേക്ക് ഇതുപോലെ നമ്മൾ തിരിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ മുകളിലും കൂടി നമുക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഇപ്പം ഞാനിവിടെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നെക്കിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. നമുക്ക് കോളർ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കോളർ ഫ്രണ്ട് പാർട്ടിൽ വരുമ്പോൾ ഇതുപോലെയാണ് കോളർ നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ വരേണ്ടത്. നമ്മൾ കോളർ ഇതുപോലെ നിവർത്തി കഴിയുമ്പോൾ ക്യാൻവാസിൻ്റെ ഭാഗം മുകളിലാണ് വരേണ്ടത്. അപ്പോൾ മുകളിലുള്ള എക്സ്ട്രാ നിൽക്കുന്ന ആ തയ്യൽ തുമ്പ് ഒന്ന് ഇതുപോലെ മുകളിലേക്ക് ഒന്ന് മടക്കിയിട്ട് താഴത്തെ പീസിൽ നമ്മൾ ചോക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. അതായത് ആ ക്യാൻവാസിൻ്റെ ഭാഗം എവിടെയാണ് വരുന്നത് അതനുസരിച്ച് അത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കുക. ഇനി നമ്മൾ നിവർത്തി കഴിയുമ്പോൾ ഈ പീസിലും ഇതുപോലെ തന്നെ ചെയ്യണം. അപ്പോൾ ഇത് നിവർത്തി കഴിയുമ്പോൾ കണ്ട ക്യാൻവാസ് വരുന്ന അതേ ഭാഗത്താണ് താഴത്തെ പീസിലും നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ആ കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് നമ്മൾ കോളർ ഇതുപോലെ വെച്ചതിന് ശേഷം ഇതുപോലെ, അതായത് ക്യാൻവാസിൻ്റെ ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്ത ഭാഗത്ത് നമ്മൾ നേരത്തെ ചോക്ക് ഉപയോഗിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കോളറിൽ, ആ ഭാഗമാണ് നമ്മളിവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് പിൻകുത്തി എടുക്കാം. അപ്പോൾ ആ മുകളിലുള്ള ഭാഗം നമ്മൾ ഇതുപോലെ മാറ്റി ഇട്ടിട്ട് വേണം നമ്മൾ ഈ താഴത്തെ പീസിലാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. നമ്മൾ ആ ചോക്ക് ഉപയോഗിച്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് ഇതുപോലെ തന്നെ ഇപ്പുറത്തെ വശവും നമ്മൾ ഇതുപോലെ തന്നെ ആ സെൻറ്ററിൽ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഇതുപോലെ തന്നെ ആ ബാക്ക് പാർട്ടിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം.
ഇപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉൾസൈഡ് വശമാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അപ്പം നമുക്കിത് ഉൾസൈഡ് വശം ഇതുപോലെ ഞാൻ നിവർത്തി ഇട്ടിട്ടുണ്ട്. അപ്പം ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ക്യാൻവാസ് വരുന്ന ഭാഗത്തിൻ്റെ തയ്യൽ തുമ്പ് ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത ആ തയ്യൽ തുമ്പിലേക്ക്, അതായത് പുറത്തേക്ക് നിൽക്കുന്ന ആ തയ്യൽ തുമ്പിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. അറ്റത്ത് വരുന്ന സൈഡിലുള്ള പീസ് ഉള്ളിലേക്ക് മടക്കിയതിന് ശേഷം ഇതുപോലെ രണ്ടാക്കി, ഇതുപോലെ ഇതുപോലെ നമ്മൾ ഉൾസൈഡിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. അപ്പോൾ ഈ ക്യാൻവാസിൻ്റെ ഉൾസൈഡ് ഇപ്പോൾ നല്ല നീറ്റായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ ഞാനിവിടെ ഒരു പിന്ന് കുത്തി എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു പിന്ന് കുത്തി എടുക്കുക. ഇനി ആ ക്യാൻവാസിൻ്റെ ഉള്ളിലേക്ക് ഈ പീസ് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഇപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യുക. ഇവിടെയും നമുക്ക് എക്സ്ട്രാ നിൽക്കുന്നുണ്ട്, ഇതുപോലെ ഇതുപോലെ അത് നമ്മൾ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ചു. അതിന് ശേഷം നമ്മൾ ഈ ഭാഗം ഉള്ളിലേക്ക് മടക്കി ഈ തയ്യൽ തുമ്പിലേക്ക് ഇത് കറക്റ്റായിട്ട് ചേർത്ത് വെക്കുക. ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഇപ്പം നമുക്കിവിടെ കോളർ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഉൾസൈഡും നല്ല നീറ്റായിട്ട് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിവിടെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ സ്ലീവ് ഒരു ചെറിയ സ്ലീവാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ സ്ലീവിൻ്റെ കട്ടിങ് ഞാൻ അവിടെ കാണിക്കുന്നില്ല, അതിന് മുമ്പത്തെ വീഡിയോയിലെല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ യോക്കിന് വെച്ചിരിക്കുന്ന അതേ ക്ലോത്ത് തന്നെയാണ് ഞാൻ സ്ലീവിനും എടുത്തിരിക്കുന്നത്. സ്ലീവിൻ്റെ നല്ല വശം കുർത്തിയുടെ നല്ല വശവും ചേർത്ത് നമ്മൾ സെൻറ്ററിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഇപ്പം നമ്മളിവിടെ 2 സ്ലീവും ജോയിൻ ചെയ്തെടുത്തു. ഇനിയാണ് എനിക്കൊരു പണി കിട്ടിയത്. എനിക്ക് സ്ലീവിന് ജോയിൻ ചെയ്തെടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് തയ്യൽ തുമ്പ് അധികം വന്നില്ല. കാരണം ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ ആം ഹോളിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്തപ്പോൾ ആം ഹോൾ കൂടുതൽ എടുക്കാത്തതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ആം ഹോൾ എടുക്കുമ്പോൾ ഫ്രണ്ട് പാർട്ടിൽ 1 ഇഞ്ചോളെങ്കിലും കൂടുതൽ എടുക്കണം. ഇതിപ്പോൾ ഒരുമിച്ചിട്ടിപ്പോൾ ഫ്രണ്ട് പാർട്ടിൽ ലെങ്ത് കുറച്ച് കുറവായിട്ടാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ ആദ്യം യോക്ക് കട്ട് ചെയ്യുക, അതിനുശേഷം സ്കേർട്ട് ഭാഗം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് കുർത്തിയുടെ ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കുർത്തി കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ നമ്മൾ കോളർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു കീ ഹോൾ പോലെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് ഇത്രയെങ്കിലും വീതി ഉണ്ടായാലാണ് നമുക്ക് നല്ല നീറ്റായിട്ട് നമുക്കിത് കിട്ടുള്ളൂ. അപ്പം ഞാൻ ചെറിയ സ്ലീവാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.